നല്ല ടേസ്റ്റി ആയിട്ടും അതേപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള പെർഫെക്റ്റ് മസാല ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ഈ ഒരു മസാല ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ദോശയുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകിയിട്ട് കുതിർത്തെടുത്തതാണ്. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് ഉഴുന്നും നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അടുത്തതായിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉലുവയാണ്. 1.5 ടീസ്പൂൺ ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ അരിയിലും ഉലുവയിലും ചേർത്തിരിക്കുന്ന വെള്ളം ഊറ്റിക്കളയുന്നുണ്ട്. പക്ഷേ ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളം നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെക്കണം. നമ്മൾ ആ വെള്ളത്തിലാണ് അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉഴുന്ന് കുതിർത്തെടുക്കുമ്പോൾ ഏകദേശം ഒരു 3 കപ്പോളം വെള്ളമെങ്കിലും ഒഴിച്ചിട്ട് വേണം ഉഴുന്ന് കുതിർത്തെടുക്കാനായിട്ട്. അതേപോലെ തന്നെ 6 മണിക്കൂറെങ്കിലും നമ്മൾ ഇതെല്ലാം കൂടി കുതിർത്തെടുക്കണം. അപ്പോൾ ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്ത ശേഷം ഒരു 2 മണിക്കൂർ ബാക്കിയുള്ള 2 മണിക്കൂർ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഇത് അരച്ചെടുക്കുമ്പോൾ മിക്സി ചൂടാവുന്ന പ്രശ്നം ഉണ്ടാവില്ല. ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മാവ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവില്ല. അപ്പോൾ നമുക്ക് അവസാനത്തെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഉഴുന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നിട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച വെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ അരച്ചിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി അരച്ചെടുക്കാം. നമ്മൾ ഉഴുന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആക്കിയിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് തിക്കായിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് അരച്ചെടുത്ത ഉഴുന്ന് ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ അതിങ്ങനെ പൊന്തി കിടക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത ഉഴുന്ന് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ജാറിനകത്തുള്ള ഉഴുന്ന് കംപ്ലീറ്റ് വടിച്ചെടുക്കാം. പരമാവധി പറ്റുന്നത്ര വടിച്ചെടുക്കാം. കഴുകിയിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ജാറിലേക്ക് തന്നെ നമുക്ക് അരച്ചെടുക്കാനുള്ള അരി കൂടി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ഒരു 1/4 കപ്പ് വീതമാണ് ഞാൻ നേരത്തെ ഉഴുന്ന് അരച്ചെടുത്തപ്പോൾ ഒഴിച്ചത്. അതേപോലെ തന്നെ ഒരു 1/4 കപ്പാണ് ഇപ്പോൾ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഉഴുന്ന് അരച്ചെടുത്ത പോലെ അത്ര തന്നെ സോഫ്റ്റായിട്ട് അരി അരച്ചെടുക്കണം എന്നില്ല. ചെറിയ തരികളുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഈ അരി അരച്ചത് കൂടി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉഴുന്നിൻ്റെ പാത്രത്തിലേക്ക് ഇതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരച്ചെടുക്കാനുള്ളത് ഉലുവയാണ്. അപ്പോൾ നമുക്ക് ഉലുവ കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിന് പകരം അവിൽ കുതിർത്തത് ഒരു 1/4 കപ്പ് അവിൽ കുതിർത്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും. അപ്പോൾ ഞാനിവിടെ ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതും നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുകൂടി നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്തെടുത്താൽ നല്ല രീതിയിൽ ഫെർമെൻ്റായി കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എല്ലാം കൂടി ഒരുപോലെ യോജിച്ച് വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം 8 മണിക്കൂറോളം നമുക്കിതൊന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലമായിട്ടാണെങ്കിൽ 6 മണിക്കൂർ കൊണ്ടൊക്കെ ഇത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. അതല്ല എങ്കിൽ ഏകദേശം ഒരു 8 അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ ഫെർമെൻ്റ് ആവാൻ ആവശ്യം വരും. ഇനി നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തീർന്നാൽ നമുക്കതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ പച്ചമുളക് എരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നുകൂടി വഴറ്റിയെടുക്കാം.
സവാള നല്ലപോലെ വഴണ്ട് വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഒന്ന് ഉടച്ചെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 2 വലിയ ക്യാരറ്റ് ഇതേപോലെ തന്നെ വേവിച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ബീട്രൂട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലപോലെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ദോശ ബാറ്ററാണ്. ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ഇപ്പോൾ ഏകദേശം 8 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് മെല്ലെ സ്ലോ ആയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം ഇളക്കി മിക്സ് ആക്കുകയും വേണ്ട, ഭയങ്കര സ്പീഡിൽ ഇളക്കുകയും വേണ്ട, സാവധാനം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ദോശമാവ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ ആവശ്യമെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മസാല ദോശ വേണ്ടെന്നാണെങ്കിൽ ആ മസാലയുടെ ഭാഗം ഒഴിവാക്കിക്കൊള്ളാൽ മതി. എന്നിട്ട് സാധാ നമ്മൾ ദോശ മാത്രം അങ്ങ് ചുട്ടെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ദോശ നല്ലപോലെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിൽ റോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ മസാല ദോശ തയ്യാറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയാണ്. അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനലിലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.